ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം തോട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനകത്തൊരു നാര് പോലൊരു അതിൻ്റെ കുടലിരിപ്പുണ്ട്. അതും എടുത്ത് കളയണം വൃത്തിയാക്കുന്ന സമയത്ത്. ചിലതിനകത്ത് നല്ലതുപോലെ ചേറ് കാണും. അപ്പോൾ അത് നമ്മൾ തോട് പൊളിക്കുന്ന ഉടനെ തന്നെ അതും ആ പുറഭാഗത്തു നിന്ന് അതെടുത്ത് കളയണം. ഞാൻ ഇതൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. ഇങ്ങനെ കൊഞ്ചെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കാം. ഇതെന്താ, നേരത്തെയൊക്കെ കൊഞ്ച് കിട്ടിയാൽ ഞാൻ തീയൽ പോലെ വയ്ക്കും, അല്ലെങ്കിൽ ഇറച്ചി മസാല പോലെ കറി വയ്ക്കും. ഇതൊരു മപ്പാസ് പോലെ റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ കുറച്ച് പച്ചമുളക്, 5-6 ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, പുതിനയില, കറിവേപ്പില, ഇതെല്ലാം മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. അത് മിക്സിയുടെ ജാറിലിട്ടെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കൊഞ്ചിലേക്ക് പുരട്ടി കൊടുക്കാം. ഉപ്പും എല്ലാം ചേർത്ത് അരച്ചതാണ്. അതെല്ലാം കൂടി ഒന്ന് ചുവന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് പിടിക്കാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പയിലേക്ക് വയ്ക്കാം. ചട്ടി അടുപ്പയിൽ വെച്ച് അതൊന്ന് ചൂടായ നേരം കൊണ്ട് നമുക്ക് അതിനകത്തൊരു ഇല ഇറക്കി വയ്ക്കാം. അത് അടിയിലൊരു കഷ്ണം വാഴയില ഇടണം, കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു വാഴയില കൂടി വെച്ച് കൊഞ്ച് എല്ലാം അരപ്പ് പുരട്ടി വെച്ചത് നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം. ഇതെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് അതിലേക്ക് നിരത്തി വെച്ചു. ഇതെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരില കൊണ്ടൊന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കി ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു പുറം വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. അതൊന്നുകൂടി ഒന്ന് വേകട്ടെ ഇരുന്ന്. മറിച്ചിട്ട പുറവും വെന്തിട്ടുണ്ട്. ഇത് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് മറ്റൊരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു തക്കാളിക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഇതിലേക്ക് തക്കാളിക്കായും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് തക്കാളിക്ക എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തൊന്ന് അത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം.
തേങ്ങാപ്പാൽ ഒഴിച്ചത് ഒരുമാതിരി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നാലും ഇത് കുറേ കൂടി ഒന്ന് വറ്റി വരണം, എങ്കിലേ നമുക്കത് കഴിക്കാനൊരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഇത് ഇവിടെ ഇരുന്ന് അടച്ച് വയ്ക്കേണ്ട, ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് അതൊന്ന് വറ്റിയേ വരെ. വെള്ളമെല്ലാം തേങ്ങാപ്പാൽ ഒഴിച്ചതെല്ലാം ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ കൊഞ്ച് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.